അപ്പോൾ അജൂബ് ഷാ എന്നൊരു വ്യക്തി ഇപ്പം സീരിയലിൽ ലൈവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് വെച്ച് സിനിമയിലൂടെയാണ്, സിനിമയിലെ ചെറിയൊരു കഥാപാത്രമായി അങ്ങനെയാണ് സീരിയലിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു ജേണി ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും, എങ്കിലും ഒരു ചെറിയ രീതിയിൽ നമ്മുടെ അടുത്തൊന്ന് പറയാമോ? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം അഭിനയം വലിയ താല്പര്യമില്ലായിരുന്നു. എനിക്ക് എൻ്റെ ലൈഫിൽ നടന്ന ഒരു സ്റ്റോറി അത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ ചുമ്മാ പറഞ്ഞു നിൽക്കുന്നത് സിനിമ ആക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇത് സിനിമ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാനൊരു കൺട്രോളറെ വിളിക്കുകയും ആ കഥ പോയി പറയുകയൊക്കെ ചെയ്തു. ആ കഥ കേട്ടിട്ട് അവർ ഇത് എന്ത് ഊള സ്റ്റോറിയാന്ന് ചോദിച്ചു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്ത് പറയാൻ അറിയില്ലായിരുന്നു. എന്റെ മനസ്സിലുണ്ട് ആ ഒരു വിഷ്വൽസ്, പക്ഷെ എനിക്ക് ഒരു പ്രൊഡ്യൂസർ അടുത്ത് ഇത് ഇങ്ങനെയൊക്കെയാണ്, ഭയങ്കര ലാഗിങ്, എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല. അപ്പൊ ആ സമയത്ത് എന്റെ അടുത്ത് ചോദിച്ചു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ഞാൻ പോയി പറഞ്ഞത്. അപ്പം ഒപ്പം സിനിമയുടെ ഷൂട്ടിംഗ് അവിടെ നടക്കണം. അപ്പൊ ഞാൻ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്ന അവിടെ വെച്ചാണ്. അപ്പോൾ 1-2 സീരിയൽസിന്റെ ഷൂട്ടും അവിടെ നടക്കുന്നുണ്ട് ഒരേ സമയത്താണ്. അപ്പൊ ആ സമയത്ത് കഥ പറഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് ഞാനാണെങ്കിൽ കോട്ടയത്തുനിന്ന് ബസ് കയറി. അന്ന് എനിക്ക് നോമ്പായിരുന്നു. നോമ്പ് പിടിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പൊ എനിക്ക് ചുമ്മാ ഒരു സിനിമ, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ആ കഥ പറഞ്ഞാൽ നടക്കുമെന്ന് അറിയില്ല. എന്റെ ലൈഫ്, എന്റെ മുമ്പോട്ടുള്ള ലൈഫ് എന്താവും എനിക്ക് അറിയില്ല. എന്നാലും ഞാനത് എന്തോ ധൈര്യമൊക്കെ സംഭരിച്ച് കഥ പറയാൻ വേണ്ടി പോയി. കഥ ഒരു പറഞ്ഞ രീതി അനുസരിച്ച് എനിക്ക് തന്നെ അറിയാം ഞാൻ എന്തായി പറയുന്നത്. പക്ഷെ അത് ഇപ്പൊ ചോദിച്ചാലും അല്ല, എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്ത ഒരു സ്റ്റോറിയാണ്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരു ട്രെയിനിൽ ഇങ്ങനെ ഒരു യാത്ര പോയി, കേരളത്തിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള യാത്ര. ഇതിന്റെ ഇടയിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അത് ഞാൻ എന്റെ വേറൊരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോ ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് നിനക്ക് സിനിമ ആക്കിക്കൂടെ, അവൻ ചുമ്മാ തമാശക്ക് ചോദിച്ചാണ്. ആ തമാശക്കുള്ള ചോദ്യത്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു കൺട്രോളർ വഴി പ്രൊഡ്യൂസർ അടുത്തവരെ എത്തിയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു, മോനെ നമ്മളൊരു സിനിമ ഒക്കെ ഭയങ്കര സംസാരിക്കുമ്പോ ഭയങ്കര ഇതിലൊക്കെ സംസാരിക്കണം, കഥയൊക്കെ പറയുന്നത് ഭയങ്കര ഇതായിട്ടാണ്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട്, ഇപ്പൊ മോൻ എന്താ പറയുന്നത് മോന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലേ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, മോനെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞേ എനിക്ക് താല്പര്യമില്ല. അപ്പൊ അവരുടെ ഏതോ ഒരു സീരിയലോ എന്തോ സംഭവം അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഏതോ ഒരു ചാനലിൽ അപ്പം അടുത്ത ആഴ്ച ഷൂട്ട് തുടങ്ങാൻ പോവാ, അഭിനയിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് ഈ അഭിനയത്തിലോട്ട് കയറി കഴിഞ്ഞാൽ എന്റെ കഥ എനിക്ക് നൈസായിട്ട് ചിലപ്പം ഇതിലോട്ട് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് ഓർത്തിട്ട് ഞാൻ എന്നാ പുള്ളീനെ വിളിച്ചിട്ടുണ്ട്, ചേട്ടാ ഞാൻ അഭിനയിക്കാൻ റെഡിയാ, നിന്റെ അടുത്ത് അന്ന് ചോദിച്ചല്ലേ ഇപ്പൊ വേറെ ആള് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഓക്കെ, സ്വാഭാവികമായിട്ട് ഞാൻ അത് വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ പടത്തില് അപ്പൊ ഒരു കാസ്റ്റിംഗ് കമ്പനിയാണ് ഒരു രീതിയിൽ എന്റെ ഫോട്ടോ കണ്ടിട്ട് എന്താണ് വിളിച്ച് ഇതുപോലെ ഒരു തൊടുപുഴയിലെ വാഗമണ്ണ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പൊ 2-3 ദിവസത്തെ ഷൂട്ടിംഗ് കാണും. ഒരു പൂവാലനായിട്ടാണ്. അപ്പൊ എനിക്ക് അറിയില്ല, ഞാൻ മുമ്പ് ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ്റ്റ് ചെയ്യാത്ത ആളാണ്. ഞാൻ അധികം വീഡിയോ അങ്ങനെ ഒന്നും എടുക്കില്ല, ഭയങ്കര ഷൈ ആണ് ഇപ്പോഴും. അതെ. അപ്പൊ അന്ന് അതിനേക്കാളും ഷൈ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഓർത്ത് എന്നെ വിളിച്ചപ്പോ ഞാൻ ഓർത്തുന്ന അഭിനയിക്കാൻ വേണ്ടി പോയതല്ല, എന്റെ കഥ എന്നാ ഇവരുടെ അടുത്ത് എങ്ങനെയും പറയാം എന്നൊരു ഇതിൽ പോയതാണ്. പിന്നെ ആ സമയത്ത് ഞങ്ങൾക്ക് വന്ന ആദർശിക്കാണ്ട്. അപ്പൊ അവരുടെ അടുത്ത് കഥ പറയാൻ ഓർത്തിരുന്നപ്പം അവരുടെ ഫസ്റ്റ് പടമാണ്. അവരെങ്ങനെയും അതൊന്ന് സെറ്റാക്കി എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ കഥ പോയി പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പൊ പിന്നെ ഞാനിങ്ങനെ വന്നപ്പോ പൂവാലനായിട്ടാണ്. അപ്പൊ ആദ്യം ഒരു ക്യാമറ ഒക്കെ വെച്ചിട്ട് ആദർശൊക്കെ പറഞ്ഞാ നീ ലെൻസിൽ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എനിക്കത് ആദ്യ അനുഭവമായിരുന്നു. കാണാം നമ്മുടെ മറ്റേ ഒരു പ്രയാഗയും നടക്കുമ്പോ ഒരു പാലത്തിൽ നിൽക്കുന്ന ഒരു നീല ഷർട്ടിട്ട ഒരു മുടിയൊക്കെ പറ്റിയടിച്ച് മീശ കുറച്ചുണ്ട്, ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വാ വിളിച്ച് നോക്കി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതാണ് ആദ്യ ഒരു അനുഭവം. അതാണ്. അത് കഴിഞ്ഞിട്ട് അവരെനിക്ക് കുറച്ച് കാശൊക്കെ തന്നു. ഇതൊക്കെ ചെയ്ത് കാശൊക്കെ കിട്ടും, സംഭവം കൊള്ളാലോ, രസമാണ്. അപ്പം ഞാൻ ഓർത്തുന്ന രസമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സീരിയലിൽ ഇതുപോലെ ഫോട്ടോ വെച്ച് വിളിച്ച് അപ്പൊ അതില് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 3 മാസം വേറൊരു ചാനലിൽ. അപ്പൊ അപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്ക് അഭിനയത്തോട് എനിക്ക് സ്വന്തമായിട്ട് ഞാൻ കഥ മാറ്റി വെച്ച് പിന്നെ അഭിനയത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടമായി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 1 വർഷം ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിൽ ഞാൻ സോഷ്യൽ മീഡിയ ആ സമയത്ത് മ്യൂസിക്കലി, ടിക്ടോക്കിന് മുമ്പ് മ്യൂസിക്കലി ഉണ്ടായിരുന്നു. അപ്പൊ അതില് ലിപ്സിങ്ക് ചെയ്ത് കുറെ വീഡിയോസ് ചെയ്യും, പിന്നെ ഓൺ വോയിസിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സീരിയൽ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടി, കുഴപ്പമില്ല അങ്ങനെയൊക്കെ. ആ കഥ ഞാൻ ഉപേക്ഷിച്ചു. എന്നിട്ട് പുതിയൊരു കഥ ഇപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോ അത്യാവശ്യം നമ്മളിപ്പോ
നമ്മളിപ്പോ ഒരു പടം കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഓക്കെ അപ്പൊ ആ ഒരു തരത്തിലുള്ള ഒരു പടമാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതെനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ അത് ഉടനെ എന്തായാലും ചെയ്യണം. ഓക്കെ. അപ്പൊ എഴുത്ത് എന്തായാലും ലൈഫിലുടനീളം മനസ്സിലിങ്ങനെ ഉണ്ട്. പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ അതിൽ Okay. ഞാൻ ചെറിയ തരത്തിലുള്ള ഷോർട്ട് വീഡിയോസ് ഒക്കെ ആഡ് ചെയ്ത് മൊബൈലിൽ ഷൂട്ട് ചെയ്താലും നമ്മൾ ചെറിയ കണ്ടന്റ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാറുണ്ട്.